ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് HSA മാത്തമാറ്റിക്സിൻ്റെ ഇൻ്റർവ്യൂ തൃശ്ശൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചോദിച്ചിട്ടുള്ള ഏതാനും ചില ജനറൽ ക്വസ്റ്റ്യൻസാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മുടെ ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ കിട്ടും. അതിൽ നിന്നും കവിഞ്ഞ് വേറെ ഒരു ക്വസ്റ്റ്യൻസും അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതുവരെയായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. എക്സ്ട്രാ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണാത്തതുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം, അല്ലെങ്കിൽ ഇന്നും ഇന്നലെയായിട്ട് നടന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പഞ്ചായത്ത്, ജില്ല, താലൂക്ക്, പിന്നെ അതിൽപ്പെടുന്ന MLA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മുടെ സ്വന്തം ജില്ലയാണോ, പഞ്ചായത്ത്, താലൂക്ക് എന്നിവ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോകണം. ഇപ്പോൾ നമ്മൾ വേറെ ഇതൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി കണ്ടു നോക്കണം, അത് സെറ്റാക്കണേ. അപ്പോൾ നമ്മൾ വേറൊരു ജില്ലയിലാണ് ഇപ്പോൾ എക്സാം എഴുതിയിരിക്കുന്നത്, നമ്മുടെ സ്വന്തം ജില്ല വേറെയാണെങ്കിൽ നമ്മൾ 2 ജില്ലയെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ചില ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അവർ പുറത്തായിരിക്കും, അല്ലെ അബ്രോഡായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അല്ലെങ്കിൽ അബ്രോഡ് വർക്ക് ചെയ്ത ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥലം അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്കൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ച് പോകണം. അതിനെ സംബന്ധിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഇൻ്റർവ്യൂവിനും പറയുന്ന പോലെ തന്നെ ചോദിക്കുന്ന പോലെ തന്നെയാണ് വിദ്യാഭ്യാസ പദ്ധതികളെ, നല്ല രീതിക്ക് വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. സമഗ്ര പ്ലസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നന്നായി നോക്കി പോകണം. പിന്നെ ബയോഡാറ്റ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബയോഡാറ്റയിലുള്ള ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതുമായി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്നതെല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലൊരു അവയർനെസ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. പിന്നെ അടുത്തതാണ്, നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സ്കൂളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വർക്കിംഗ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, വർക്ക് ചെയ്തവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ ഒരു കണ്ടീഷനും അല്ലെങ്കിൽ ആ സ്കൂൾ എന്താണ്, ആ സ്കൂളിനെ കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി പോകണം. ചിലപ്പോൾ CBSE സ്കൂളിൽ വർക്ക് ചെയ്തവരായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ്. CBSE സ്കൂളിൽ വർക്ക് ചെയ്തവാണെങ്കിൽ എന്തായാലും അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് CBSE റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെച്ച് പോകണം. പിന്നെ നമ്മൾ ബയോഡാറ്റയിൽ നമ്മുടെ എക്സ്ട്രാ വല്ല ക്വാളിഫിക്കേഷൻസ് ഒക്കെ എഴുതുമല്ലോ, അതായത് നമുക്ക് വല്ല കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യണം, നോക്കി പോകണം കേട്ടോ. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ ശ്രേണി ഉണ്ടല്ലോ, ആ ഓർഡർ ഉണ്ടല്ലോ, അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓരോന്നും ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. DG ആരാണ്, അതിൻ്റെ ഫുൾ ഫോം എന്താണ്, അതുപോലെ ആളുടെ ഒരു ധർമ്മം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം. പിന്നെ ഡയറ്റ്, വിക്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകണം. പിന്നെ അതിന് ജനറലായിട്ട് നമ്മളോട് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യനാണ്, അതായത് അത് കറണ്ട് അഫെയർ കൂടി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചതാണ്. നമ്മുടെ GI ടാഗ് എന്താണ്, GI ടാഗ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതാണ് കേരളത്തിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നോക്കി പോവേണ്ടതാണ്. പിന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് സൈക്കോളജി എടുക്കുകയാണെങ്കിൽ സൈക്കോളജി എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് EQും IQും, അല്ലേ, EQും IQും എന്താണെന്നും അതിൻ്റെ ഒരു ഫോർമുല എന്താണെന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് നോക്കി പോകണം കേട്ടോ. പിന്നെ അതുപോലെയുള്ളതാണ് നമ്മുടെ വേറൊരു ക്വസ്റ്റ്യൻ ജനറലായിട്ട് ചോദിച്ചാണ്, ഒരു സെക്ഷുവലി അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നിങ്ങളോട് വന്നിട്ട് ആൾ സെക്ഷുവലി അബ്യൂസ്ഡ് ആയി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അതിനെ റിയാക്ട് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ജനറൽ അവയർനെസ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നോക്കി പോവേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, നന്നായി നോക്കി പോവുക. പിന്നെന്താ, നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെറിയൊരു പ്രിപ്പറേഷൻ കൂടി നടത്തുക. ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.